നമ്മുടെ കൈപ്പോങ്ങലത്ത് സ്ഥിതി ചെയ്യുന്ന ബുസ്താനുൽ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് ഈ പരിസരത്താകെ മതപ്രബോധന രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന തലയെടുപ്പുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കേണ്ടതും ഇതിൻ്റെ വളർച്ചയും നമ്മുടെ ആദർശ രംഗത്ത് ഇസ്ലാമിക പ്രബോധന രംഗത്തും വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ കോളേജും ഈ പള്ളിയും മദ്രസയിലെയും അധ്യാപകരൊക്കെ പരിസര പ്രദേശങ്ങളിൽ ദീനീ പ്രബോധന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇരുളുപടർന്ന കേരള ചരിത്രത്തിന് പുതിയ വെളിച്ചം പകർന്ന് കേരള മുസ്ലിം ഐക്യസംഘം പിറവിയെടുക്കുന്നു. വൈജ്ഞാനിക കേരളത്തിന് പുതിയ മുഖം നൽകിയാണ് ഐക്യസംഘത്തിന്റെ രംഗപ്രവേശമുണ്ടാകുന്നത്. വിശ്വാസവൈകല്യങ്ങളിൽ ജീവിതം തളച്ചിട്ട മുസ്ലിം സമൂഹത്തിന് ധീരമായ നേതൃത്വം നൽകിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി, KM മൗലവി എന്നിവരുടെ പ്രവർത്തനങ്ങൾ നവോത്ഥാന രംഗത്ത് പുതിയ ചുവടുവെപ്പായി. അക്ഷരങ്ങളെ അകറ്റി നിർത്തിയവർക്ക് കലാലയങ്ങൾ കവാടങ്ങൾ തുറന്നുകൊടുത്തു. ധാർമ്മിക വിദ്യാഭ്യാസത്തിനായി മദ്രസകളും അറബിക് കോളേജുകളും പ്രവർത്തനമാരംഭിച്ചു. വിജ്ഞാനത്തോട് വിലക്കേർപ്പെട്ട സ്ത്രീ സമൂഹം അറിവിന്റെ മധു നുകരാൻ തുടങ്ങി. ഖുർആനും സുന്നത്തും വഴികാട്ടിയായി സ്വീകരിക്കുന്നതിലെ പ്രതിഫലം മനസ്സിലാക്കി മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ മതസ്ഥാപനങ്ങളിലേക്ക് അയക്കാൻ താൽപ്പര്യം കാണിച്ചു. അറബിക് കലാലയങ്ങളുടെ വ്യാപനം ഇസ്ലാമിക പ്രബോധനത്തിന് ആക്കം കൂട്ടുന്നതിനാൽ പണ്ഡിതന്മാരും നേതാക്കന്മാരും കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അറബിക് കലാലയങ്ങൾ പടുത്തുയർത്താനുള്ള നിതാന്ത പരിശ്രമത്തിലേർപ്പെട്ടു. തിരൂരങ്ങാടിയിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനിടയിൽ കൊടുങ്ങല്ലൂരിലെത്തിയ KM മൗലവിയുടെ പ്രയത്നഫലമായി കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും വലിയ മാറ്റങ്ങളുണ്ടായി. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയായപ്പോൾ AK അബ്ദുൽ ലത്തീഫ് മൗലവി, PK മൂസ മൗലവി, P സെയ്ദ് മൗലവി എന്നിവരുടെ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി 1960-ൽ ഈ പ്രദേശങ്ങളിൽ KNM ശാഖ രൂപീകരിക്കപ്പെട്ടു. തുടർന്ന് കർമ്മോത്സുകരായ പ്രബോധകന്മാരെ വാർത്തെടുക്കുന്നതിനായി ഒരു സ്ഥാപനം ആവശ്യമാണെന്ന ചിന്തയിൽ നിന്നാണ് 1968-ൽ ബുസ്താനുൽ ഉലൂം സ്ഥാപിക്കപ്പെടുന്നത്. KNM പ്രവർത്തകരായ AK അബ്ദുൽ ലത്തീഫ് മൗലവി, PK മൂസ മൗലവി, അറബി മൗലവി എന്നീ 3 പേരും കൂടിയിട്ട് ഇവിടെ പറയുകയും നമ്മുടെ തൗഹീദി പ്രസ്ഥാനത്തെപ്പറ്റി പ്രവർത്തിക്കുകയും പലതോളം സ്റ്റഡി ക്ലാസ്സുകൾ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിന് ശേഷം ഒരു ശാഖ രൂപീകരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അവിടെ വിളിച്ചു കൂട്ടുകയും അങ്ങനെ PK അബ്ദുറഹ്മാൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ യോഗം കൂടുകയും അബ്ദുറഹ്മാൻ മാസ്റ്റർ അത് പ്രസിഡൻ്റായും മറ്റു കുറേ 11 പേരടങ്ങിയ ഒരു സംഘം രൂപീകരിക്കുകയും ചെയ്തു. ഒരു KNM രൂപീകരണം അതിനുശേഷം ഖുർആൻ ക്ലാസ്സുകളും മറ്റ് സ്റ്റഡി ക്ലാസ്സുകളും നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു മുറി വാടകയ്ക്കെടുത്ത് PD മുറി വാടകയ്ക്കെടുത്ത് ആ വാടക റൂമിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ആ ക്ലാസ്സുകൾ മദ്രസ ക്ലാസ്സുകളും അതേപോലെ തന്നെ ഇവിടെ ചുറ്റുപാടുള്ള SLC പാസ്സായ കുട്ടികൾക്ക് വേണ്ടി ഒരു അറബിക് കോളേജിൽ പഠിപ്പിക്കാവുന്ന എൻട്രൻസ് പരീക്ഷിക്കാവുന്ന കുറേ കുട്ടികളെയും വാർത്തെടുക്കുവാൻ ശ്രമിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ എൻട്രൻസ് ക്ലാസ്സിൻ്റെ തുടക്കവും മദ്രസ ക്ലാസ് തുടക്കവും തുടങ്ങി. എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു വാടക ക്ലാസ് നടക്കുന്നതുകൊണ്ട് വേറെ സ്ഥലങ്ങൾ നമുക്ക് ആവശ്യം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്തുള്ള TK കുഞ്ഞു മുഹമ്മദ് സാഹിബിൻ്റെ വസതിയിൽ കൂടുകയും അവിടെ അദ്ദേഹം ഒരു 65 സെൻറ്റ് സ്ഥലം വഖഫ് ചെയ്യുകയും ആ സ്ഥലത്ത് ഒരു വീഡിയോ ഉണ്ടാക്കുകയും ഒരു മദ്രസ ഉണ്ടാക്കുകയും ആ മദ്രസയിൽ വെച്ച് ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്തു.
അന്നത്തെ KNM ജനറൽ സെക്രട്ടറിയായിരുന്ന AK അബ്ദുൽ ലത്തീഫ് മൗലവി പ്രസ്തുത പേര് നൽകുകയും MLA ആയിരുന്ന മണപ്പാട്ട് അബ്ദുൽ ഖാദർ സാഹിബ് ഔപചാരികമായ തുടക്കം കുറിക്കുകയും ചെയ്തു. ഓടുമേഞ്ഞ കെട്ടിടത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ച ബുസ്താനുൽ ഉലൂം ക്യാമ്പസ് ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. മധ്യകേരളത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങളും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരുമുള്ള ശക്തമായ നിലപാടെടുത്ത സഹോദരന്മാർ വിദ്യാഭ്യാസ രംഗത്തുള്ള വളർച്ചയോടൊപ്പം മാത്രമേ ഒരു സമൂഹത്തിന് വളരാൻ കഴിയൂ എന്ന ബോധത്തിൽ നിന്നാണ് ബുസ്താനുൽ ഉലൂമിൻ്റെ ജനനം. വിദേശത്തുള്ള ഒട്ടധികം സഹോദരന്മാർ കയ്പമംഗലത്തും പരിസര പ്രദേശങ്ങളിലും തൃശ്ശൂർ ജില്ലയിലാകമാനമുള്ളവർ അതിൻ്റെ ഗുണകാംക്ഷികളായി ഒട്ടേറെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിനെ ഈ ഒരവസ്ഥയിലെത്തിച്ചതും ഒരു അരനൂറ്റാണ്ട് കാലം അതിൻ്റെ സേവനം ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ വിദ്യാർത്ഥിനികൾ അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി. ധാരാളം വിദ്യാർത്ഥികൾ സമൂഹത്തിലെ പ്രബോധകരായി സമൂഹത്തിലെ വേണ്ടപ്പെട്ടവരുമായി വളർത്തിയെടുക്കാൻ ബുസ്താനുൽ ഉലൂമിന് സാധിച്ചിട്ടുണ്ട്. ആ ബുസ്താനുൽ ഉലൂമിൻ്റെ ധവളിമയാർന്ന ഈ ചരിത്രത്തിൽ അതിൻ്റെ ഗതിയിൽ എല്ലാ അർത്ഥത്തിലും പുണ്യം ലഭിക്കുന്ന തരത്തിലുള്ള പങ്കാളിത്തം നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ആ മഹത്തായ സ്ഥാപനത്തിന് എല്ലാ തരത്തിലുള്ള വിജയങ്ങളും നേരുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുത്തുമേഖലകളിലും പ്രഭാഷണ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ബുസ്താനുൽ ഉലൂം സന്തതികൾ സ്ഥാപനത്തിന്റെ അനിവാര്യത വിളിച്ചറിയിക്കുന്നു. 4.5 പതിറ്റാണ്ട് പിന്നിടുന്ന ബുസ്താനുൽ ഉലൂമിന്റെ ഈ ചരിത്ര മുഹൂർത്തത്തിൽ പുതിയ തലമുറയ്ക്കായി ചില പദ്ധതികൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് സമൂഹത്തെ ധാർമ്മികമായും ധിഷണാപരമായും നയിക്കാൻ പ്രാപ്തരായ പ്രബോധകന്മാരെ സൃഷ്ടിക്കുക, നിലവാരമുള്ള അധ്യാപകരെ വളർത്തിയെടുക്കുക എന്നിവയാണ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിന്റെ ലക്ഷ്യം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫ്സലുൽ ഉലമ പ്രിലിമിനറി, BA അഫ്സലുൽ ഉലമ, MA അറബിക് എന്നിവ കോളേജ് സിലബസിന്റെ ഭാഗമാണ്. പ്രതിഭാധനരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ നേതൃത്വം മികച്ച വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. വ്യത്യസ്ത ഭാഷകളിലെ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ലൈബ്രറി, ആധുനിക പഠന സംവിധാനങ്ങൾ, കോൺഫറൻസ് ഹാളുകൾ, ഖുർആൻ ശാസ്ത്ര താരതമ്യ പഠന രീതികൾ, ഹോസ്റ്റൽ സൗകര്യം എന്നിവ ക്യാമ്പസിനെ വ്യതിരിക്തമാക്കുന്നു. ബുസ്താനുൽ ഉലൂം മദ്രസ കുരുന്നുപ്രായത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്നതിനായി ആരംഭിച്ചതാണ് ബുസ്താനുൽ ഉലൂം മദ്രസ. എല്ലാ വർഷവും 5-7 ക്ലാസുകളിലെ KNM പൊതുപരീക്ഷകളിൽ മികച്ച വിജയം ഉറപ്പുവരുത്തുന്നു. ബുസ്താനുൽ ഉലൂം അനാഥ അഗതി മന്ദിരം 1984 അനാഥകളെ സംരക്ഷിക്കുന്നതിനും അഗതികൾക്ക് തണലേകുന്നതിനുമായി ക്യാമ്പസിൽ സംവിധാനമുണ്ടാകുന്നത്. കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുമായി ഇവിടെ എത്തിയ വിദ്യാർത്ഥികൾക്ക് മത ഭൗതിക മേഖലകളിൽ പഠനം നടത്താൻ ഇവിടെ സൗകര്യം ലഭിക്കുന്നു. തയ്യൽ പരിശീലനവും കമ്പ്യൂട്ടർ പഠനവും. പഠനത്തോടൊപ്പം തൊഴിൽ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ തയ്യൽ പരിശീലനവും കമ്പ്യൂട്ടർ പഠനവും നടന്നുവരുന്നു. ബുസ്താനുൽ ഉലൂം തഹ്ഫീലുൽ ഖുർആൻ മാനവർക്ക് വഴികാട്ടിയായി അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. സംസ്കാരശൂന്യരായ ഒരു സമൂഹത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവികതയുടെ പരമോന്നതിയിലേക്കെത്തിച്ചത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവരാണ് സമൂഹത്തിലെ ഏറ്റവും ഉത്തമർ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖുർആനിന്റെ പ്രയോക്താക്കളാവുക വഴി മാത്രമേ സമൂഹത്തിന്റെ പുനഃസൃഷ്ടി സാധിക്കുകയുള്ളൂ എന്ന ചിന്തയിൽ നിന്നാണ് 2012 ബുസ്താനുൽ ഉലൂം മദ്രസത്തു തഹ്ഫീലുൽ ഖുർആൻ സ്ഥാപിക്കുന്നത്.
പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഓരോ വർഷവും പുറത്തിറങ്ങുന്ന ഹാഫിളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവരുടെ ദൗത്യം നിർവഹിച്ചു വരുന്നു. കരുണാഭവൻ സ്പെഷ്യൽ സ്കൂൾ. ആർക്കാണ് സ്വന്തം മക്കളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? നീണ്ട വർഷങ്ങൾ ഒരു കുഞ്ഞിനായി കാത്തിരിക്കുകയും വൈകല്യങ്ങളുണ്ടെങ്കിലും കുഞ്ഞെന്ന് പറയാൻ കഴിയുന്ന ഒന്നിനെ ലഭിക്കണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന എത്ര ആളുകളാണ് നമുക്കിടയിലുള്ളത്? കാഴ്ചക്കുറവും കേൾവിക്കുറവും ബുദ്ധിമാന്ദ്യവുമെല്ലാം നൊന്തു പ്രസവിച്ച മാതാവിന് തന്റെ കുഞ്ഞിനെ അകറ്റി നിർത്താൻ കാരണമാകാറുണ്ടോ? അവരെ സംരക്ഷിക്കേണ്ടതും സഹായിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയല്ലേ? ഏത് രോഗവും ആർക്കും എപ്പോഴും വന്നേക്കാമെന്നല്ലേ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്? അവരുടെ കണ്ണുനീർ ഒരൽപ്പമെങ്കിലും തുടയ്ക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ അതിലുപരിയായി നമുക്ക് ലഭിക്കുന്ന മറ്റെന്തനുഭൂതിയാണുള്ളത്? സുഹൃത്തേ, ഇത് ഒരു ഉത്തരവാദിത്വമാണ്. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം. അതിന് ഒരു സാമൂഹിക ചുറ്റുപാടുണ്ടാക്കിയിരിക്കുകയാണ് ബുസ്താനുൽ ഉലൂം. ശാരീരിക വൈകല്യങ്ങളോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ചെറിയ മക്കൾക്ക് ഭക്ഷണം, വസ്ത്രം, പഠന സൗകര്യം എന്നിവ ബുസ്താനുൽ ഉലൂമിൽ സൗജന്യമായി നൽകി വരുന്നു. പുതിയ തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബുസ്താനുൽ ഉലൂമിൽ നിന്നും വരും വർഷങ്ങളിൽ വരാനിരിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളും പദ്ധതികളും ബുസ്താനിന്റെ കാര്യദർശികൾക്ക് പറയാനുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനം വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ചില പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ തഹ്ഫീദുൽ ഖുർആൻ എന്നുള്ളത് ഈ വർഷം ഹിഫ്ളായ കുട്ടികൾക്ക് ശരിയ കോളേജ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ശരിയ കോളേജ്. അതിലിപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വർഷ അവസാനത്തോടെ ഒരു 15ഓളം കുട്ടികൾ ആ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉണ്ടാവും. ഇപ്പോൾ ആയ കുട്ടികൾക്കുള്ള ക്ലാസ് നടക്കുന്നുണ്ട്. 5 കുട്ടികളാണുള്ളത്. ഇതിൻ്റെ അപ്പോൾ തഹ്ഫീദുൽ ഖുർആനും ശരിയ കോളേജും ഇതിൻ്റെ ഏറ്റവും പ്രൈമറി ഘട്ടത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങുകയാണ്. നാച്ചുറൽ എഡ്യൂക്കേഷണൽ സോഴ്സ് ഓഫ് ട്രൂത്ത് എന്ന് വെച്ചാൽ സ്വാഭാവിക വിദ്യാഭ്യാസം, സത്യമാർഗം കണ്ടെത്തുന്നതിനുള്ള സ്വാഭാവിക വിദ്യാഭ്യാസത്തിൻ്റെ സ്രോതസ്സ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അത് 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ കർമാനുഷ്ഠാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനും നിത്യനിദാനമായിട്ടുള്ള ദുആകളും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ്, അറബിക് ലാംഗ്വേജും പഠിപ്പിച്ച് വരുന്ന ഒരു പ്രൈമറി സ്കൂളാണ്. അത് 2 വർഷമാണ്. ആ 2 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനോട് ബന്ധപ്പെടുത്തി തന്നെ ഒരു LP സ്കൂള്, 5ാം തരം വരെയുള്ള ഒരു LP സ്കൂള്. ഇതേ സിലബസ് തന്നെ അതിൻ്റെ കുട്ടികളുടെ പ്രായ വ്യത്യാസം അനുസരിച്ച് വൈഡാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ 5ാം ക്ലാസ് കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് തന്നെ ഈ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ഒരു പ്രവർത്തകൻ ഇവിടെ തുടങ്ങുന്നുണ്ട്. തഹ്ഫീദുൽ ഖുർആൻ ഫോർ വിമൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അദ്ദേഹം തുടങ്ങുന്നുണ്ട്. ആ കുട്ടികളെ അങ്ങോട്ട് മാറ്റാം. മറ്റു കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ ഇവിടുത്തെ തഹ്ഫീദുൽ ഖുർആൻ സ്കൂളിൽ ചേരാം. അത് കഴിഞ്ഞാൽ അവർക്ക് ശരിയ കോളേജിൽ ചേരാം. അങ്ങനെ ഒരു 3 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 2016 ജൂണിൽ അതിൻ്റെ LKGയുടെ ആദ്യത്തെ ക്ലാസ് ജൂനിയർ KG തുടങ്ങാമെന്ന് ഉദ്ദേശിക്കുന്നു. അതുകൂടാതെ നമുക്ക് ഇവിടെ വിദ്യാസമ്പന്നരായ അതുപോലെ തന്നെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഒരു ട്രാൻസ്ലേഷൻ കോഴ്സ് അറബിക് ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബിക്, അതുപോലെ തന്നെ സ്പോക്കൺ അറബിക് ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള ഒരു കോഴ്സും ഉടനെ അത് ഇൻഷാ അല്ലാഹ് ഈ ജനുവരിയിൽ തന്നെ ആരംഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് നമുക്ക് തൊഴിൽപരമായിട്ടും മറ്റ് നമ്മുടെ ഓർഫനേജിലെ കുട്ടികൾ ഇത് കഴിയുമ്പോഴുള്ള ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അറബിക് കോളേജിൽ ഇപ്പോൾ അഫ്ളൽ ഉലമ BA ആണ് ഉള്ളത്. അതിന് ഈ കഴിഞ്ഞ വർഷമാണ് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഫിലിയേഷൻ ലഭിച്ചുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ MA PGക്കുള്ള കോച്ചിങ്ങും അതുപോലെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും പുറത്തുള്ളവർക്കും എൻട്രൻസ് കോച്ചിങ്ങിനുള്ള ചില ക്ലാസ്സുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സുഹൃത്തെ, ധാർമ്മിക ഭദ്രമായ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബുസ്താനുൽ ഉലൂമിന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് ഇവിടെ വിശദീകരിച്ചത്. ഏതൊരു സംരംഭത്തിൻ്റെയും വിജയകരമായ നടത്തിപ്പ് സാമ്പത്തിക സ്രോതസ്സിനെയും ആശ്രയിച്ചാണല്ലോ. ഇത്തരം സംവിധാനങ്ങൾ നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്നതുകൊണ്ടുതന്നെ താങ്കളുടെ മനസ്സറിഞ്ഞ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രതിവർഷം 35 ലക്ഷം രൂപയാണ്
ഇന്ന് ബുസ്താനുൽ ഉലൂമിന് ചെലവ് വരുന്നത്. റമളാൻ കളക്ഷനോടൊപ്പം ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ഉദാരമതികളുടെ നിസ്സീമമായ സഹായമാണ് ഇതിനെ നേരെ നടത്തുന്നത്. സ്ഥാപനങ്ങളുടെ വികസനം ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുത്തുന്നുണ്ട്. അതിനുള്ള പരിഹാരത്തിനായി സ്ഥിരവരുമാനം ആവശ്യമാണ് എന്ന ആലോചനയിൽ നിന്നാണ് എറണാകുളം കാക്കനാട് 13 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുള്ളത്. അതിൽ 5 നിലയുള്ള ഒരു കെട്ടിടമുണ്ടാക്കുകയാണെങ്കിൽ പ്രതിമാസം 2.5 ലക്ഷം രൂപ വരുമാനം ലഭിക്കുന്നതാണ്. എന്നാൽ സ്ഥലം വാങ്ങിയതിൽ 60 ലക്ഷം രൂപ അധിക ബാധ്യതയായി നിലനിൽക്കുന്നതോടൊപ്പം കെട്ടിട നിർമ്മാണത്തിനു മാത്രം ഏകദേശം 3 കോടി രൂപ ചിലവ് വരുന്നതാണ്. ഇവിടെ വന്ന സ്ഥാപനങ്ങളും ഈ കോളേജ് അടക്കമുള്ള മറ്റ് ശേഷം വന്ന യത്തീംഖാന, അതേപോലെ കരുണാഭവൻ, മറ്റേ തഹ്ഫീലുൽ ഖുർആൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതിനോട് നല്ലൊരു സമീപനം ചുറ്റുപാടുള്ളവർക്ക് ആയി വന്നിരിക്കുന്നു. അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന പ്രകാശം ഈ പ്രദേശത്തെ പ്രകാശപൂരിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അനുഭവത്തിലൂടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇപ്പോൾ യാതൊരു പ്രയാസവും അനുഭവിക്കാത്ത രൂപത്തിൽ എല്ലാവരും ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ സഹായത്തോടൊപ്പം നിസ്വാർത്ഥരായ സഹോദരങ്ങളുടെ സഹകരണമാണ് നാളിതുവരെ ഓരോ സംരംഭങ്ങളെയും വിജയിപ്പിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വേഗത പകരാൻ പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.